എൻ്റെ പേര് ജോസ് പ്രകാശ്. ഞാൻ മാലോം ഇടവക്കാരനാണ്. ഞാൻ സെയിൻറ്റ് സാവി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വള്ളിക്കടവിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് എൻ്റെ ഭാര്യ ജസ്ന, ഹൗസ് വൈഫാണ്. മൂത്തയാൾ, എനിക്ക് 7 മക്കളാണുള്ളത്. അതിൽ മൂത്തയാൾ ഇവാ മരിയ, രണ്ടാമത്തെ ആൾ ഇമൽഡ മരിയ, മൂന്നാമത്തെ ട്വിൻസാണ് കാതറിൻ മരിയും ഐറിൻ മരിയും. പിന്നെ അടുത്ത ആൾ ജിയന്ന മരിയ, അതിനുശേഷം ആൽഫ്രിക് ജോസഫ്, പിന്നെ അവസാനത്തെ ആളാണ് എൻ്റെ മടിയിരിക്കുന്ന ബലീന മരിയ. ഞങ്ങൾ വളരെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ കൃപയിൽ വളരുന്ന ഒരു കുടുംബമാണ്. ഈശോ ഞങ്ങൾക്കൊരു പ്രചോദനം തന്നു. ആദ്യകാലത്ത് തന്നെ ഞങ്ങൾ വർഷം തന്നെ കല്യാണം കഴിഞ്ഞ് ആദ്യം പോകുന്നത് അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിലാണ്. ധ്യാനത്തിന് ശേഷം വട്ടായിലച്ചനെ പേഴ്സണലായിട്ട് കാണാൻ സാധിച്ചു. അവിടുന്ന് കിട്ടിയൊരു പ്രചോദനം ഞങ്ങൾക്ക് മക്കളെ സ്വീകരിക്കാനുള്ളൊരു കൃപയായിട്ട് ഞങ്ങളിൽ വന്ന് വളർന്നു. അതൊരു കൃപയായിട്ട് വളർന്നു എന്നാണ്. ഞങ്ങൾ സ്വയം തീരുമാനിച്ചല്ല, ഈശോ തീരുമാനിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചു എന്ന് വേണം ഞങ്ങൾക്ക് അതിന് ഉത്തരമായിട്ട് പറയാൻ പറ്റും. പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ മുതിർന്ന കുട്ടികൾ കാണിക്കുന്നത് കണ്ട് അതുപോലെ തന്നെയാണ് ഇളയവർ. ഇളയാൾക്ക് വായിക്കാനൊന്നും അറിയത്തില്ല, എന്നാൽ മുതിർന്നവർ ബൈബിൾ വായിക്കുന്ന കാണുമ്പോൾ ഇളയവളതുപോലെ ഒരു ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് അവർ പറയുന്ന ഏതെങ്കിലും ഒരു വചനം അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മൂത്തവളാണെങ്കിൽ ബൈബിൾ മൊത്തം വായിച്ചു കഴിഞ്ഞു. അപ്പം ഒരാൾ വായിക്കുമ്പോൾ എല്ലാവരും, ചെറിയ കുട്ടികളെല്ലാവരും പോയി ബൈബിൾ എടുക്കും. അതുപോലെ പ്രാർത്ഥിക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേനും എല്ലാവരും ഓടി വരും. ആ സമയമാകുമ്പോൾ അവർക്കറിയാം എങ്ങനെ വന്ന് നിൽക്കണം. അത് നമ്മൾ പ്രത്യേകിച്ച് പഠിപ്പിച്ച് കൊടുക്കുന്നൊന്നുമില്ല, മൂത്തവർ കാണിക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞു കൊച്ചു വരെ അതുപോലെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫാമിലിയിലെ 9ാമത്തെ മകനാണ് എൻ്റെ അമ്മയുടെ. അപ്പോൾ അതൊരു വലിയ പിന്തുണയായിരുന്നു എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയത്. ഒപ്പം ഇടവകയിൽ നിന്നും തിരുസഭയിൽ നിന്നും എല്ലാം കിട്ടിയ ഒരു വലിയ പ്രചോദനം ഞങ്ങൾക്ക് ഈശോയുടെ ഈ വാഗ്ദാനം സ്വീകരിക്കാൻ വേണ്ടി, മക്കളെ സ്വീകരിക്കുക എന്നുള്ള വാഗ്ദാനം പൂർത്തിയാക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചു. എല്ലാവരും തന്നെ അങ്ങോട്ട് ഷെയർ ചെയ്ത്, പിന്നെ സന്തോഷമുണ്ട്. മറ്റ് കുടുംബങ്ങളെ പോലെ അല്ല, എല്ലാവരും എന്ത് കാര്യത്തിനാണെങ്കിലും അവർ തന്നെ പരിഹാരം കണ്ടെത്തും. നമ്മളെല്ലാ കാര്യത്തിലും പോയി ഇടപെടേണ്ട, മാതാപിതാക്കൾ എന്ന നിലയിൽ എല്ലാ കാര്യത്തിലും പോയി നമ്മൾ കൈയിടേണ്ട ആവശ്യമില്ല. അവർ വഴക്ക് കൂടിയാൽ അവർ തന്നെ അത് സോൾവ് ആക്കിക്കോളും. നമ്മൾ അതിനിടയ്ക്ക് വടിയെടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പഠിത്തം അതുപോലെ തന്നെയാണ്. അവർ മൂത്തവർ പഠിക്കുന്നത് അതുപോലെ വന്നിരിക്കും. ചെറിയ ചെറിയ സംശയങ്ങൾ മുതിർന്നവരോട് തന്നെ അവർ ചോദിക്കും. അവർ രക്ഷയില്ലെങ്കിൽ മാത്രമേ നമ്മളെ വിളിക്കുകയുള്ളൂ. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലവും സമ്മാനവും. അതാണ് നമ്മൾ സങ്കീർത്തനത്തിൽ കാണുന്നത്. ഇവർ ഓരോരുത്തരും നമുക്ക് ഓരോ അനുഗ്രഹമായിട്ട് വരുന്ന. ഒന്നാമത്തെ കാര്യം, ഈശോ പറഞ്ഞയക്കുമ്പോൾ ഓരോ അനുഗ്രഹമായിട്ടാണ് വരുന്നത്. ഓരോ കുട്ടികൾ വന്ന് ചേർന്നപ്പോഴും ഞങ്ങൾക്ക് ഓരോ അനുഗ്രഹമായിരുന്നു. ഓരോ ഞങ്ങളുടെ ഭൗതികമായ ഓരോ ആവശ്യങ്ങൾക്കും ഒപ്പം ആത്മീയമായ വളർച്ചയ്ക്കും ഇത് സാധിച്ചിട്ടുണ്ട് ഇവരുടെ സാന്നിധ്യം. അപ്പോൾ ഞങ്ങളുടെ പല ഭൗതിക ആവശ്യങ്ങളിലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നല്ല പ്രാർത്ഥിക്കുന്നത്, മക്കളെല്ലാം ചേർന്നിരുന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പേഴ്സണലായിട്ട് അവർ ഓരോ നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ആണ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ലഭിച്ചത്. ഒരു വീടില്ലായിരുന്നു, അത്ഭുതകരമായിട്ട് വീട് ക്രമീകരിച്ചു. പരിപൂർണമായിട്ട് എല്ലാ പണിയും പൂർത്തിയാക്കി ഈശോ സമ്മാനിച്ചു. അതുപോലെ ഓരോ കാര്യങ്ങളും, ഞങ്ങൾ വാഹനമാണെങ്കിലും ഒപ്പം ഞങ്ങളുടെ ജോലിയാണെങ്കിലും എല്ലാം കർത്താവായ ഈശോയിൽ നിന്ന് മേടിച്ചു തന്നവരാണ് ഈ മക്കൾ. രാവിലെ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് രാവിലെ പള്ളിയിൽ പോകും. കുർബാനയെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ പോകാനുള്ള തിരക്കായി. എന്നാൽ അവരെല്ലാവരും ബുക്ക് എടുത്ത് വെക്കാനാണെങ്കിലും ടൈം ടേബിൾ അനുസരിച്ച് വെക്കാനാണെങ്കിലും ഒരാൾ താമസിച്ചെങ്കിൽ ഉടനെ മറ്റേയാൾ ചെന്ന് അവളുടെയും കൂടെ മറ്റേയാളുടെയും കൂടെ എടുത്ത് വെച്ച്, ഒരാൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വേഗം അവരുടെ വാട്ടർ ബോട്ടിലും കൂടെ എടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് എല്ലാവരും ആ കൃത്യസമയമാകുമ്പോഴത്തേനും എല്ലാവരും കൂടെ സഹകരിച്ച് അത് ചെയ്യും. ഞാൻ പ്രത്യേകിച്ച് വാട്ടർ ബോട്ടിൽ എടുത്ത് കൊടുക്കാൻ, ലഞ്ച് എടുത്ത് കൊടുക്കാൻ പുറകെ ഓടണ്ട. എല്ലാം എടുത്ത് അവിടെ എടുത്ത് വെച്ചാൽ അവരവർ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് എടുക്കാത്തവരുടെ എടുത്ത് കൊണ്ട് കൊടുത്ത് അങ്ങനെ സഹകരിച്ചോളും അവരെ. അതുപോലെ കളിക്കാനാണെങ്കിലും എല്ലാവരും കൂടെ ഒന്നിച്ച് പോയി കളിക്കും. ആ സമയമാകുമ്പോൾ അവർക്കൊരു സമയമുണ്ട്. അപ്പോൾ വൈകുന്നേരം വന്ന് അവർ കളിക്കാൻ പോകുന്നു. അങ്ങനെ അവർ പ്രത്യേകിച്ചൊരു ഭയങ്കര ശല്യമൊന്നുമില്ല. എല്ലാവരും പറയുമോ ഭയങ്കര ശല്യമാണ് കുട്ടികളെ കൊണ്ട് ഫോണ്, അതൊന്നും അങ്ങനെയൊന്നുമില്ല. അവർ കളിക്കാൻ പോയി അവർക്ക് ഫോണൊന്നും വേണ്ട. അങ്ങനെ ഒരു സന്തോഷമായിട്ടും കഴിയും. കൊറോണ കാലത്ത് എല്ലായിടത്തും ഒറ്റപ്പെടലും മൊബൈൽ ഫോണും ഒക്കെ ആയിട്ടിരുന്ന സമയത്ത് ഞങ്ങൾ അടിച്ചു പൊളിച്ച്, ഞങ്ങൾ പുറത്തിറങ്ങുന്നില്ലെങ്കിലും നമുക്ക് കൂടുതൽ ബന്ധങ്ങളുണ്ടായി. അവിടെ പരസ്പരം സ്നേഹിക്കാനും കഥ പറയാനും ഒരുമിച്ചിരുന്ന് ഓൺലൈനായിട്ട് കുർബാന കൂടാനും പിന്നെ പ്രാർത്ഥിക്കാനും വലിയ അനുഭവങ്ങളായിരുന്നു. ആ സമയത്തെ പ്രാർത്ഥനകൾക്കൊക്കെ വലിയ ഒരു പ്രത്യേക കൃപയായിരുന്നു. ഒപ്പം ഞങ്ങളിങ്ങനെ പരസ്പരം സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനില്ല, കൊറോണ വരുമോ അങ്ങനെ യാതൊരുവിധ ടെൻഷനുകളും ഞങ്ങൾക്കില്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിലും ഞങ്ങൾ കൂടുതൽ സംസാരിക്കും. എൻ്റെ മക്കൾ വളരെ കുറച്ചാണ് മൊബൈലിലെ പ്രോഗ്രാംസ് കാണുന്നത്, അല്ലെങ്കിൽ TV പ്രോഗ്രാംസ് കാണുന്നത്. ഞങ്ങൾക്ക് അതിന് സമയമില്ല. അതിന് സംസാരിച്ചും പഠിച്ചും കളിച്ചും ചിരിച്ചും ഒക്കെ കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്ക് സമയം തികയുന്നില്ല. ഒപ്പം എല്ലാ ദിവസവും ഈശോ തന്നൊരു കൃപയാണ് എല്ലാ ദിവസവും
വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു അനുഗ്രഹം. അത് ഞങ്ങളെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. ഞങ്ങൾ എന്തായിരിക്കുന്നോ അത് ഈശോയുടെ കൃപയാലാണ്. 2 ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. എത്ര പിള്ളേരെ സ്വീകരിച്ചാലും പിന്നെ അവരുടെ പ്രോത്സാഹനം കാണുമ്പോൾ നമുക്ക് പിന്നെ സ്വീകരിക്കാൻ തോന്നും. അതുപോലെ നല്ല സപ്പോർട്ടായിരുന്നു. ചിലവരൊക്കെ അയ്യോ അങ്ങനെ പറയുന്നുണ്ട്, എന്നാലും നമുക്ക് അങ്ങനെ ഫീൽ ആയിട്ടില്ല. മൂത്ത കുട്ടി ഇപ്പോൾ അവളെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയ ആൾ ഇപ്പോൾ 2.5 വയസ്സ്. 2.5 വയസ്സുകാരിയാണ് ബലീന മരിയ. അപ്പോൾ അവർ ഏകദേശം അടുത്തടുത്ത പ്രായക്കാർ, 2 വയസ്സിൻ്റെ എളുപ്പം ഇല്ല, എല്ലാവരും അടുത്തടുത്ത പ്രായത്തിൽ ഉണ്ടായി. 2013 മൂത്ത കുട്ടി ഉണ്ടാകുന്നത്. ഇപ്പോൾ അവസാനത്തെ കുട്ടി 2023. ഓരോ മക്കളും സ്വീകരിച്ചപ്പോൾ ഓരോരോ അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടിയത്. ചേട്ടായി വേറെ ദൂരെയുള്ളൊരു സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. 1ാമത്തെ കൊച്ചുണ്ടായപ്പോൾ തൊട്ടടുത്ത് സ്കൂളിൽ വന്നു. 2ാമത്തെ ആളായപ്പോഴത്തേക്കും സാലറി വർദ്ധിച്ചു. 3, 4 ട്വിൻസ് അവരായപ്പോഴത്തേനും ഞങ്ങൾക്ക് സ്വന്തമായി ഒരു വാഹനം കിട്ടി. അങ്ങനെ ഓരോരുത്തരുണ്ടായപ്പോഴത്തേനും വലിയ വലിയ അനുഗ്രഹങ്ങളാണ് കിട്ടി. അതുകൊണ്ട് നമ്മൾ ഒരു കൊച്ചുണ്ട് അതിനെ മാത്രം നന്നായിട്ട് നോക്കാമെന്ന് പറയുന്നതിൽ വലിയ കടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ 7 പേരെയും നമ്മൾ അത്ര നന്നായിട്ടാണ് പരിപാലിച്ചുകൊണ്ട് പോകുന്നത്. ഒരു കുട്ടിയെ നോക്കുന്ന പോലെയാണ് 9 കുട്ടികളെയും 10 കുട്ടികളെയും നോക്കുന്നത്. ഒരേ റിസ്ക്കാണ്. റിസ്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരേ ഉത്തരവാദിത്വമാണ്. എല്ലാവരും വളർന്നു കഴിയുമ്പോൾ, അതായത് മൂത്ത കുട്ടികൾ വളർന്നു കഴിഞ്ഞ് പിന്നെ ഇളയ കുട്ടികളുണ്ടാകുമ്പോൾ പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞും ഒക്കെ മൂത്തവർ ഇടപെടുന്നുണ്ട്, ഇളയവരെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മൂത്തവർ പഠിക്കുന്നത് കണ്ടിട്ട് ഇവർ പഠിക്കുന്നുണ്ട്. ഇപ്പം അവർക്ക് ബൈബിൾ വചനങ്ങളൊക്കെ പറയുന്നതും അതെല്ലാം കേട്ട് അല്ലെങ്കിൽ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കുന്നത് നമ്മൾ മടിയിലിരുത്തി പഠിപ്പിക്കുകയല്ല. അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 2 വയസ്സാകുമ്പോഴത്തേക്കും തന്നെ കുരിശ് വരയ്ക്കാൻ പഠിക്കുന്നു, സ്വർഗസ്നായ ചെല്ലാൻ പഠിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഇവരിൽ നിന്ന്, മൂത്തവരിൽ നിന്ന് കേട്ടിട്ട് കൂടുതൽ അംഗങ്ങളുള്ളതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സാധിക്കുന്നത്. ഒപ്പം ഷെയറിങ്, ഒരു ചെറിയ ചോക്ലേറ്റ് കിട്ടുന്നെങ്കിൽ അവർ ഷെയർ ചെയ്ത് കഴിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ ഏത് കാര്യങ്ങളെടുത്താലും പരസ്പരം ഷെയറിംഗ് ആണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ കുടുംബം, വലിയ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നത്.